ഇന്നത്തെ PSC ഐഡിയാസിലെ ക്ലാസ് സാഹിത്യത്തിലെ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ മെയിനായിട്ട് ഒരു 3 എണ്ണമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പാട്ട് പ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ആൻസർ പാട്ടു സാഹിത്യം. പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത്. പാട്ടു സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരിക്കുന്ന കൃതി ആൻസർ ലീലാതിലകം. പാട്ടു സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരിക്കുന്ന കൃതി ലീലാതിലകം. ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് ആൻസർ ആറ്റൂർ കൃഷ്ണപിഷാരടി. ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത്. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി രാമചരിതം. ആൻസർ രാമചരിതം. രാമചരിതത്തിൻ്റെ കർത്താവ് ആൻസർ ചീരാമകവി. ചീരാമകവിയാണ് രാമചരിതത്തിൻ്റെ കർത്താവ്. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് ആൻസർ പടലങ്ങൾ. പടലങ്ങൾ എന്നാണ് രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത്. രാമചരിതം രചിച്ചത് രാമായണത്തിലെ ഏതു കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ആൻസർ യുദ്ധകാണ്ഡം. യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാമചരിതം രചിച്ചത്. കോവളം കവികൾ എന്നറിയപ്പെടുന്നത് ആൻസർ അയ്യിപ്പിള്ള ആശാൻ, അയ്യിനപ്പിള്ള ആശാൻ. ഇവർ രണ്ടുപേരുമാണ് കോവളം കവികൾ എന്നറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? അയ്യിപ്പിള്ള ആശാൻ, അയ്യിനപ്പിള്ള ആശാൻ. അയ്യിപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതി ആൻസർ രാമകഥപ്പാട്ട്. രാമകഥപ്പാട്ടാണ് അയ്യിപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതി. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം പാട്ടുകൃതി ആൻസർ കണ്ണശ്ശരാമായണം. കണ്ണശ്ശരാമായണമാണ് മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം പാട്ടുകൃതി. അയ്യിനപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതി ആൻസർ ഭാരതം പാട്ട്. ഭാരതം പാട്ടാണ് അയ്യിനപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതി. കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതി ആൻസർ തിരുനിഴൽമാല. തിരുനിഴൽമാലയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതി. തിരുനിഴൽമാല രചിച്ചത് ആൻസർ ഗോവിന്ദൻ. ഗോവിന്ദനാണ് തിരുനിഴൽമാല രചിച്ചത്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ അടുത്തതായിട്ട് വരുന്നതാണ് ഭക്തി പ്രസ്ഥാനം. ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം തുടങ്ങിയത് ആൻസർ കണ്ണശ്ശന്മാർ. കണ്ണശ്ശന്മാരാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം തുടങ്ങിയത്. കണ്ണശ്ശന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ആൻസർ നിരണം കവികൾ. നിരണം കവികൾ എന്നാണ് കണ്ണശ്ശന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്. നിരണം കവികൾ എന്നറിയപ്പെടുന്നവർ. നിരണം കവികൾ എന്നറിയപ്പെടുന്നവർ രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. ആരൊക്കെയാണ്? രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. ഇവർ 3 പേരുമാണ് നിരണം കവികൾ എന്നറിയപ്പെടുന്നത്. കണ്ണശ്ശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമം ആൻസർ നിരണം. നിരണം എന്ന ഗ്രാമത്തിലാണ് കണ്ണശ്ശന്മാർ ജീവിച്ചിരുന്നത്. മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികൾ ആൻസർ കണ്ണശ്ശന്മാർ. കണ്ണശ്ശന്മാരാണ് മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികൾ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ്ശരാമായണം എഴുതിയത് ആൻസർ രാമപ്പണിക്കർ. രാമപ്പണിക്കരാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ്ശരാമായണം എഴുതിയത്. രാമപ്പണിക്കരുടെ മറ്റു കൃതികൾ ആൻസർ കണ്ണശ്ശഭാരതം, ശിവരാത്രി മഹാത്മ്യം. കണ്ണശ്ശഭാരതം, ശിവരാത്രി മഹാത്മ്യമാണ് രാമപ്പണിക്കരുടെ മറ്റു കൃതികൾ. മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യം ആൻസർ ഭാരതമാല. ഭാരതമാലയാണ് മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യം. ഭാരതമാല രചിച്ചത്
ആൻസർ ശങ്കരപ്പണിക്കർ. ശങ്കരപ്പണിക്കരാണ് ഭാരതമാല രചിച്ചത്. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ആൻസർ മാധവ പണിക്കർ. മാധവ പണിക്കരാണ് ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മാധവ പണിക്കരുടെ ഭഗവത്ഗീതയുടെ പരിഭാഷ? ആൻസർ ഭാഷാ ഭഗവത്ഗീത. ഭാഷാ ഭഗവത്ഗീതയാണ് മാധവ പണിക്കരുടെ ഭഗവത്ഗീതയുടെ പരിഭാഷ. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ മൂന്നാമത്തേതാണ് മണിപ്രവാള പ്രസ്ഥാനം. മണിപ്രവാള പ്രസ്ഥാനം 9-10 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന തോലൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കരണ ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം? ആൻസർ മണിപ്രവാളം. മണിപ്രവാളമാണ് 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം? ആൻസർ മുത്തും പവിഴവും. മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതികൾ? ആൻസർ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഏതൊക്കെയാണ് മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതികൾ എന്ന് പറയുന്നത്? ഒന്നാമത്തേത് ഉണ്ണിയച്ചി ചരിതം, രണ്ടാമത്തേത് ഉണ്ണിച്ചിരുദേവി ചരിതം, മൂന്നാമത്തേത് ഉണ്ണിയാടി ചരിതം. ഇവ മൂന്നുമാണ് മണിപ്രവാളത്തിലെ സാഹിത്യത്തിലെ ആദ്യത്തെ കൃതികൾ എന്ന് പറയുന്നത്. ആദ്യ ചമ്പുകൃതിയായ ഉണ്ണിയേച്ചി ചരിതത്തിന്റെ കർത്താവ്? ആൻസർ തേവൻ ചിരുകുമാരൻ. ആദ്യ ചമ്പുകൃതിയായ ഉണ്ണിയേച്ചി ചരിതത്തിന്റെ കർത്താവ്? ആൻസർ തേവൻ ചിരുകുമാരൻ. ആദ്യ മണിപ്രവാള കൃതി? ആൻസർ വൈശികതന്ത്രം. വൈശികതന്ത്രമാണ് ആദ്യ മണിപ്രവാള കൃതിയായി അറിയപ്പെടുന്നത്. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതി? ആൻസർ ചന്ദ്രോത്സവം. ചന്ദ്രോത്സവമാണ് പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതി എന്നറിയപ്പെടുന്നത്. ഗദ്യവും പദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യരൂപം? ആൻസർ ചമ്പു. ഗദ്യവും പദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യരൂപം അറിയപ്പെടുന്നത് ചമ്പു എന്നാണ്. പുനം നമ്പൂതിരിയുടെ പ്രസിദ്ധ കാവ്യം? ആൻസർ രാമായണം ചമ്പു. പുനം നമ്പൂതിരിയുടെ പ്രസിദ്ധ കാവ്യമായി അറിയപ്പെടുന്നത് രാമായണം ചമ്പു. അരക്കവി എന്നറിയപ്പെടുന്നത്? ആൻസർ പുനം നമ്പൂതിരി. അരക്കവി എന്നറിയപ്പെടുന്നത് ആൻസർ പുനം നമ്പൂതിരി ആണ്. ലാസ്റ്റ് വൺ, ഭാഷാ നൈഷധം ചമ്പുവിന്റെ കർത്താവ്? ഭാഷാ നൈഷധം ചമ്പുവിന്റെ കർത്താവ്? ആൻസർ മഴമംഗലം നമ്പൂതിരി. മഴമംഗലം നമ്പൂതിരിയാണ് ഭാഷാ നൈഷധം ചമ്പുവിന്റെ കർത്താവ് എന്ന് അറിയപ്പെടുന്നത്.